വെളിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെർസിഡീസ് BMW ഇതിൽ 10 എണ്ണത്തിൽ 7 എണ്ണവും ലോണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇവരുടെ ഓണർമാരെ കൊണ്ട് പൈസ കൊടുത്ത് കാർ മേടിക്കാൻ പൈസ ഇല്ല എന്നല്ല. ബട്ട് സ്റ്റിൽ ഒരു ലോൺ എടുക്കുന്നത് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇവരെല്ലാം കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, രാഹുൽ എന്നാൾ ഒരു 20 ലക്ഷം രൂപയുടെ ഒരു മഹേന്ദ്ര സ്കോർപിയോ കാർ മേടിക്കാൻ പോയി. ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് കാർ അങ്ങനെ എടുത്തിട്ട് വന്നു. തൊട്ടപ്പുറത്ത് കയ്യിൽ 20 ലക്ഷം ഉണ്ട് രാകേഷിന്റെ കയ്യിൽ. പക്ഷെ കുറച്ചും കൂടി സ്മാർട്ടായി ചിന്തിച്ചത് കൊണ്ട് ഒരു 5 ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് കൊടുത്തു. റിമൈനിങ് വരുന്ന 15 ലക്ഷം രൂപ ആളൊരു ലോൺ ആയിട്ട് എടുത്തു. ഒരു 5 കൊല്ലത്തേക്ക് 9% ഇൻട്രസ്റ്റിന് ലോൺ എടുത്തു. എന്നിട്ടോ കയ്യിലുണ്ടായിരുന്ന 15 ലക്ഷം രൂപ ഒരു FD ഇടുകയും ചെയ്തു. വളരെ സേഫ് ആയിട്ട് ഒരു 7% റിട്ടേൺസും കിട്ടി. ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് മാത്രം 3.68 ലക്ഷം രൂപ രാകേഷ് കൊടുക്കേണ്ടി വന്നു. അതേപോലെ തന്നെ 15 ലക്ഷം രൂപ ഒരു 5 കൊല്ലത്തേക്ക് FD ഇട്ടപ്പോൾ ഇവിടുന്ന് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് നിയർലി 6 ലക്ഷത്തിന് മേലെയാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം എങ്ങനെയാണ് 7% FD റിട്ടേൺസ് 9% ഇൻട്രസ്റ്റ് റേറ്റിനെ ഓവർടേക്ക് ചെയ്തതെന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, FDയിൽ ഇടുമ്പോൾ ഇവിടെ വർക്കാവുന്നത് ഇൻക്രീസിംഗ് പ്രിൻസിപ്പിളാണ്. ലോൺ എടുത്തപ്പോൾ വർക്കൗട്ട് ആവുന്നത് ഇത് ഡിക്രീസിംഗ് പ്രിൻസിപ്പിളാണ്. അതേപോലെ തന്നെ FD വർക്ക്സ് വിത്ത് കമ്പൗണ്ടിങ് ആൻഡ് ലോൺ വർക്ക്സ് വിത്ത് അമോർട്ടൈസേഷൻ.